വെൽക്കം ബാക്ക്. ഫർസൂസ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലബാറുകാരുടെ സ്പെഷ്യലായിട്ടുള്ള കല്ലുമ്മക്കായ റോസ്റ്റാണ്. നമ്മളെ നാട്ടിൽ ഇതിന് കടുക്ക എന്നാണ് പറയൽ. 2 കിലോ ഷെല്ലോട് കൂടിയ കല്ലുമ്മക്കായ എടുത്ത് നന്നായി കഴുകി ഇതൊന്ന് തുറന്നു വരാൻ വേണ്ടി 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് പുഴുങ്ങിയെടുക്കാം. വെള്ളം തിളച്ച് 5 മിനിറ്റിനുള്ളിൽ ഇത് തുറന്നു വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവി കയറ്റിയെടുക്കാം. നമ്മൾ ഇഡ്ഡലിച്ചെമ്പിൽ വെച്ചിട്ട് 10 മിനിറ്റ് ആവി കയറ്റിയാലും ഇത് തുറന്ന് കിട്ടും. ഇനി ഇത് ഓഫ് ചെയ്ത് ചൂടാറിയ ശേഷം ഷെല്ലിനുള്ളിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. ഒരു പാൻ ചൂടാക്കി ഈ മസാലയൊക്കെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം. ഇനി ഇത് തണുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി അതേ പാനിൽ തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഒരു പിടി ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നേരത്തെ വറുത്തെടുത്ത ഈ മസാല ഒന്ന് പൊടിച്ചെടുക്കാം. ശേഷം വഴറ്റിയെടുത്ത ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇതും കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് വെച്ച് കല്ലുമ്മക്കായ ഫ്രൈ ചെയ്യാനുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. പൊടിച്ചെടുത്ത മസാലപ്പൊടിയിൽ നിന്ന് 2 ടീസ്പൂൺ ഈ സമയത്ത് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ആവശ്യമുണ്ട്, അത് മാറ്റി വെക്കാം. അതുപോലെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അത് ക്രഷ് ചെയ്തത് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് സോൾട്ട്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് 1 അവർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളകും കറിവേപ്പിലയും ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച കല്ലുമ്മക്കായ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കറിവേപ്പില കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഈ ഒരു പരുവത്തിൽ ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇവിടെ ഇപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്.
അതിനുവേണ്ടി ഈ എണ്ണയിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയൊരു തക്കാളി, 2 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഉള്ളി മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. നന്നായി മിക്സാക്കി കൊടുക്കുക. ഇത് നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ട് മൂടി വെക്കുന്നുണ്ട്. ഇതിലെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടണേ, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. നമ്മൾ കല്ലുമ്മക്കായ വറുത്തെടുത്തിട്ടുള്ള അതേ സെയിം എണ്ണയിലേക്ക് തന്നെയാണല്ലോ ഈ ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ ഒരു മസാല റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നല്ലൊരു അടിപൊളി സ്മെൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ കാണുന്ന ഈ ഒരു പരുവത്തിൽ ആയി കിട്ടണം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി മിക്സാക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റ് തന്നെയാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ കല്ലുമ്മക്കായ കിട്ടുന്ന സമയത്ത് തീർച്ചയായും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഫർസൂസ് റെസിപ്പീസിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്